എല്ലാവർക്കും നല്ല നമസ്കാരം. ബൈബിളിലെ ഏറ്റവും സ്വാധീനിച്ച കഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല കഥകളും പറയാനുണ്ടാവും. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ അവസ്ഥകളൊക്കെ അനുസരിച്ചായിരിക്കും. പക്ഷേ ബൈബിളിൽ നിറയെ കഥകളുണ്ട്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പല കഥകൾ. എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു കഥ ഏതാണെന്ന് ചോദിച്ചാൽ നല്ലിടയനെ പറ്റി ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. നല്ലിടയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ, അതിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയൊക്കെ വളരെ വലുതാണ്. നിസ്സാര സംഭവമല്ല ഈ നല്ലിടയൻ എന്ന് പറയുന്നത്. നല്ലിടയനെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. യഥാർത്ഥ വാതിലൂടെ വരുന്നവനാണ് നല്ലിടയൻ. ആടുകളുടെ മണമായിരിക്കും നല്ലിടയന് ഉണ്ടാകുക. മറ്റൊരവസരത്തിൽ ഈ ഇടയനെ പറ്റിയിട്ട് വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. 100 ആടുകളിൽ നഷ്ടപ്പെട്ട ആടിനു വേണ്ടി 99 എണ്ണത്തിന് ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട ആടിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഇടയൻ എന്ന് പറയുന്ന വാക്ക് അതൊരു നിസ്സാര സംഭവമല്ല. ഇടയൻ, ഇടയധർമ്മം, ഇതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഇടയൻ, ആരാണ് ഇടയധർമ്മം നടത്തുന്നത് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഞാനും ഈ നല്ലിടയൻ്റെ കഥ ഒന്നുകൂടി വായിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഈ ഇടയൻ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും എല്ലാവരും വിളിക്കാൻ സാധിക്കില്ല. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഇടയൻ എന്ന് ഞാൻ എൻ്റെ റെക്ടറച്ഛനെ വിളിച്ചു. അപ്പോൾ അത് കേട്ട അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അച്ഛൻ പറഞ്ഞു, ഒരിക്കലും ഇടയൻ എന്ന് എല്ലാവരെയും വിളിക്കാൻ സാധിക്കില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഇടയൻ എന്ന് പറയുന്ന വാക്കിന് വലിയ വ്യാപ്തിയും വലിയ ആഴവുമുണ്ട്. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഞാൻ ഈ അടുത്ത അവസരത്തിലുണ്ടായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കൊരട്ടിമുത്തിയുടെ ദേവാലയം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രധാനപ്പെട്ട ദേവാലയം എന്നതിനേക്കാൾ ഉപരി തന്നെ കൊരട്ടിമുത്തിയുടെ തിരുനാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു തിരുനാളാണ്. നാനാ ദിക്കുകളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേരുന്ന, മറ്റ് മതസ്ഥർ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുന്ന കൊരട്ടിമുത്തിയുടെ തിരുനാൾ. അങ്ങനെയൊക്കെയുള്ള കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിലേക്ക് കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ എം പിയും ചലച്ചിത്ര താരവുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി നന്ദി പ്രകാശിപ്പിക്കാനെത്തി. എന്താണ് നന്ദി പ്രകാശിപ്പിക്കാനുള്ള സംഭവം? അദ്ദേഹം മുനമ്പത്തുള്ള സമരപ്പന്തലിലേക്ക് പോകുന്നതിന് മുൻപ് കൊരട്ടിമുത്തിയുടെ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മുനമ്പം സമരപ്പന്തലും സന്ദർശിക്കാൻ വേണ്ടി പോയത്. അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു, ഞാൻ ഒരിക്കൽ കൂടി ഈ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിൽ തിരിച്ചു വരും. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷം ഞാൻ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിലെത്തും. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിലെത്തി മുട്ടിലിഴഞ്ഞ് കൊരട്ടിമുത്തിയുടെ തിരുസന്നിധിയിൽ അദ്ദേഹം നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചു. പട്ടും പഴവർഗ്ഗങ്ങളും പൂവങ്കോലയും ഒക്കെ സമർപ്പിച്ചു. കൊരട്ടിമുത്തിയുടെ ഇടവകാരി ഫാദർ ജോൺസൺ കക്കാട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിക്ക് കൊരട്ടിമുത്തിയുടെ ഒരു തിരുസ്വരൂപം നൽകി. സാധാരണ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉന്നതരായ ആളുകളൊക്കെ സന്ദർശനം നടത്താറുണ്ട്. അവരെയൊക്കെ വളരെ ആദരവോടുകൂടി തന്നെയാണ് ഇടവക സമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകിയതും അത്തരത്തിലുള്ള സ്വീകരണമായിരുന്നു. അദ്ദേഹം വലിയ സന്തോഷവദനായിരുന്നു. ആദ്യത്തെ തവണ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചായ കുടിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അദ്ദേഹം ചായ കുടിച്ച് വൈദികരോടും കൈക്കാരന്മാരോടൊക്കെ വളരെയധികം സംസാരിച്ചിട്ടാണ് അദ്ദേഹം സന്തോഷവദനായിട്ടാണ് ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇത്രയും പറഞ്ഞ സംഭവത്തിനോട് എനിക്ക് 1% പോലും എതിർപ്പില്ല. പക്ഷേ എൻ്റെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതും കൂടി ഒന്ന് സംസാരിക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം മനസാക്ഷിയിൽ നിന്ന് ഉയർന്നു. അതുകൊണ്ടാണ് ഞാനത് പങ്കുവയ്ക്കുന്നത്. ഈ കേന്ദ്രമന്ത്രി കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിൽ വരുന്ന സമയത്ത് വലിയ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇന്ത്യയിൽ. ജബൽപൂരിൽ 2 വൈദികർക്ക് മർദ്ദനമേറ്റു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാണ്ഡ്യയിൽ നിന്നും വിവിധ പള്ളികളിലേക്ക് സന്ദർശിച്ച വിശ്വാസികളെ മതപരിവർത്തനം നടത്തുമെന്ന് ആരോപിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ രൂപത ജനറാളും കോർഡിനേറ്ററുമായിട്ടുള്ള 2 അച്ഛന്മാർ, വൈദികർ, ഒരാൾ തൃശ്ശൂർ സ്വദേശിയാണ്, 2 വൈദികർ ഇവരെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായിട്ട് ഈ അച്ഛന്മാരെ മർദ്ദിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ തുടക്കമൊന്നും ആരും ശ്രമിച്ചില്ല. 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേസെടുത്തത്. വിശ്വബന്ധു പരിഷത്ത് പെട്ട പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ 4 ദിവസം കഴിയേണ്ടി വന്നു. അതോടൊപ്പം തന്നെയാണ് ഒറീസയിലെ ഭുവനേശ്വറിൽ ഉണ്ടായ സംഭവം. മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയവ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ പോലീസ് പള്ളിയിൽ കയറി വൈദികനെ ആക്രമിച്ച സംഭവം. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ക്രൈസ്തവർക്ക് നേരെയും മിഷണറിമാർക്ക് നേരെയും ഒക്കെ വലിയ രീതിയിലുണ്ടാകുമ്പോൾ ആശങ്കപ്പെടാനുണ്ട്, ആശങ്ക പങ്കുവയ്ക്കാനുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മിഷണറിമാർ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടാകാത്തൊരു സംഭവം ഇപ്പോൾ ഉണ്ടാകുന്നു. ആരാണോ ഇവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തേണ്ടത് അവർ മനഃപൂർവ്വമോ അല്ലാതെയോ നിശബ്ദത പാലിക്കുന്നു. എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തെങ്കിലും ഞങ്ങളുടെ വൈദികർക്ക് ജബൽപൂരിൽ മർദ്ദനമേറ്റിട്ടുണ്ട്, അങ്ങ് വിഷയത്തിൽ ഇടപെടണം, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഞങ്ങളുടെ ആകുലത അങ്ങയെ അറിയിക്കുന്നു എന്നൊരു വരി പോലും കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിലെ വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? വികാരിയച്ഛൻ മറന്നുപോയെങ്കിൽ കൈക്കാരന്മാർക്കെങ്കിലും അത് തോന്നേണ്ടതല്ലേ? എന്താണ് ഈ വിഷയത്തിൽ പ്രതികരണവും ഉണ്ടാകാതിരുന്നത്? രാഷ്ട്രീയ യുവജന സംഘടനകളൊക്കെ തന്നെ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ്,
CPIM അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും സംഘടനാ നേതാക്കന്മാരൊക്കെ ഈ വൈദികരുടെ വീട് സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധ റാലികളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സഭയുടെ യുവജന സംഘടനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു സംഗതി മിണ്ടുന്നത് കണ്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വായിച്ച സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് നല്ലടേൻ്റെ കഥയാണ്. ഫാദർ ജോൺസൺ കക്കാടച്ചൻ അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഇടയന്മാർക്ക് സംഭവിച്ച കാര്യത്തെപ്പറ്റി ഒരു വരി പോലും ആ പ്രസംഗ ഭാഗത്തിലോ സന്ദേശത്തിലോ അറിയിപ്പോഴോ ഒന്നും തന്നെ പറയുകയുണ്ടായില്ല. എന്തുകൊണ്ടാണ് നിശബ്ദമാക്കപ്പെടുന്നത്? ആരാണ് നിശബ്ദമാക്കുന്നത്? ആരെങ്കിലും പറയാൻ ഭയമുണ്ടോ? സ്വാഭാവികമായിട്ടും ഫാദർ ജോൺസൺ കക്കാടച്ചൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രൂപത ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൈദികനാണ്. രൂപത ടീം എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്നവരാണ്. ഫാദർ ജസ്റ്റിൻ വട്ടോലി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റു വൈദികരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സഭയുടെ ഭാഗത്തുനിന്ന് നിശബ്ദമായിരുന്നെങ്കിലും എറണാകുളം രൂപതയിലെ വൈദികർ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചിരുന്നു, ഇടപെട്ടിരുന്നു. ആ ഒരു ടീമിൽപ്പെട്ട ഒരു അച്ഛനായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇത്തരം ഒരു കാര്യം ഒന്ന് ശ്രദ്ധയപ്പെടുത്താൻ പോലും ഫാദർ ജോൺസൺ കക്കാടച്ചന് സാധിച്ചില്ല എന്നുള്ളത് എന്നെ ആശങ്കാകുലനാക്കുന്നു. ആരാണ് നിശബ്ദമാക്കാൻ വേണ്ടി നിർബന്ധിതമായി ഇടപെടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പണ്ടൊരു ചാനലിൽ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെയോ സംരക്ഷണം ആഗ്രഹിക്കുന്നു, സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെയോ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി എവിടെയൊക്കെയോ നിശബ്ദമാക്കപ്പെടുന്ന ദിനങ്ങൾ ഇനിയും മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജോൺസൺ അച്ഛ നമ്മുടെ വൈദികരാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരാണ്. അവർ ആക്രമിക്കപ്പെടുമ്പോൾ അവരും ഈ സഭയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ മിഷണറിമാരായി ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ സേവനമനുഷ്ഠിക്കുന്നത്. അവർക്ക് വേണ്ടി അവരുടെ വേദനയിൽ പങ്കുചേരാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടതും ഒരു പ്രവാചക ദൗത്യം തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല? എന്തുകൊണ്ടത് നിങ്ങൾ മറന്നുപോയി എന്നാണ് എൻ്റെ ചോദ്യം. നന്ദി, നമസ്കാരം. ശ്രീ ജെക്സ്, ഇവിടെ നിരന്തരം പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ കുറേ കണക്കുകൾ പറഞ്ഞു, എത്രയേറെ അതിക്രമങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ളത്. പക്ഷേ ഇപ്പോഴും ആര് ചെയ്യുന്നു? ആർജവമുള്ളൊരു പ്രതികരണം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആ ഒരു ആർജവമുള്ള പ്രതികരണം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കവിതാശകലം ഓർമ്മ വരികയാണ്. റേഷൻ വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധി, കൂറ്റൻ കാറിലേറി പായുന്നു ഗോഡ്സെ. ഈ കെട്ടകാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മതേതരത്വം അത് ചൂഴ്ന്നെടുത്ത് അഗ്നികുണ്ഡത്തിൽ എരിച്ചു കളയുന്ന ഒരു പുതിയ വർഗീയ ജനത രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്നത്. ഈ ലവ് ജിഹാദുണ്ട് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ പ്രതികരിക്കേണ്ട വിഷയമാണ്. സ്റ്റെയിൻ സ്വാമിയുടെ വിഷയത്തിൽ മിണ്ടാതെ കുത്തിരിക്കുന്നവർക്ക് നേർക്ക് ശൂലം വരും. ഈ ശൂലം വരുന്ന സമയത്താണ് ഇവർ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ മുസ്ലിമുകളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളെ തേടി വന്നു, ഇതാ വന്നിരിക്കുന്നു. മിണ്ടാതിരിക്കുകയാണ് തലതുഴ്ത്തി. ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ആളുകൾ മിണ്ടുന്നില്ല. ഞങ്ങൾ തുടക്കം മുതലേ മിണ്ടാതിരിക്കുന്നത് ഒരുപക്ഷെ കേന്ദ്രത്തോട് ചേർന്ന് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് വലിയ ഭീഷണിയായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തേണ്ട ആളുകളിൽ നിന്ന് ഉണ്ടാവാത്തത്? അതായത് കക്ഷത്തിൽ തല വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക്, അതായത് എൻ്റെ കക്ഷത്തിലാണ് വിനേഷിൻ്റെ തലയെങ്കിൽ ഞാൻ പറയുന്നത് പോലെ വിനേഷ് പ്രവർത്തിക്കുകയും പറയുകയുള്ളൂ. ഇവിടെ ഞങ്ങളുടെ കുറേ നാഥന്മാരുടെയൊക്കെ കേസുകൾ പല ഘട്ടത്തിലായിട്ട് ഈ കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ അവരുടെ ഒന്നും നാവും പൊതില്ല, അവരുടെ നാവ് പ്രതികരിക്കില്ല. അവർക്ക് ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ വിഷയങ്ങളിലൊക്കെയാണ് അവരുടെ കൃത്യമായിട്ടുള്ള പ്രതികരണം വരാം. അവർ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവർ പ്രതികരിക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ വൈദികരൊക്കെ ഉണ്ടാകുന്നത് വളരെ പുണ്യപ്പെട്ട ഒരു കർമ്മമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ്. ഈ സിസ്റ്റേഴ്സിനും വൈദികരെയൊക്കെ ഈ UP പോലുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാണ് തീ. അതുപോലെ തന്നെ ഇവിടെ മിഷൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ വിശ്വാസികളുണ്ട്. അവർക്ക് അവരുടെ മതപരമായ ചടങ്ങുകളും മറ്റും നടത്തുന്നത് ഇന്ന് എങ്ങനെയാണത്? ഈ അവസരത്തിൽ ഈ പറയുന്ന സഭയുടെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഒരു വാക്കുപോലും പ്രതികരിക്കുന്നില്ല. സഭ സൗഹൃദത്തെക്കാൾ ഉപരി സഭ സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ അധിപന്മാരായിട്ടുള്ള ഞങ്ങളുടെ സഭയുടെ ചില നാഥന്മാരായിട്ടുള്ള ആളുകളുടെ ചില കറകൾ സംരക്ഷിക്കാനായിട്ട് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ചില താത്വിക ഇടപെടലുകൾ ആവശ്യമായിട്ട് ഞങ്ങൾക്ക് വേണം എന്നുള്ള തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. സഭ ഇവിടെ കൃത്യമായിട്ട് സംരക്ഷണം ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടക്കും. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അതായത് എവിടെയാണ് ഈ തീവ്രമായിട്ടുള്ള മുസ്ലിം എതിർപ്പ് സഭ ഇവിടെ ആരംഭിച്ചു തുടങ്ങിയത്? ഏകദേശം 2018 ശേഷമാണ്. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ സഭ തന്നെ അന്വേഷിച്ച് അതില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ള വിഷയമാണ്. ജസ്റ്റിസ് ഫോർ ഹാർമണി എന്ന് പറയുന്ന ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ സഭ തന്നെ അന്വേഷിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്.
അപ്പോൾ 2018 ശേഷം എന്താണ് സഭയിൽ നടന്നിട്ടുള്ളത്? 2018 ശേഷമാണ് ഇവിടെ കുംഭകോണം നടന്നിട്ടുള്ളത്, ഭൂമി കുംഭകോണം നടന്നിട്ടുള്ളത്. ഇവിടുത്തെ സഭയുടെ തലവന്മാർ നാണം കെട്ട് തലകുനിച്ചിരിക്കുന്നത്, ഇൻകം ടാക്സ് ഓഫീസറുടെ മുന്നിൽ തലകുനിച്ചിരുന്നത് തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. സഭയുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിക്കുള്ളിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ വരുന്നു. ഇവിടെയാണ് നിങ്ങൾ ഓർക്കണം, ഈ ഇടക്കാലത്ത് വെച്ച് ഒരു തീവ്രമായിട്ടുള്ള എതിർപ്പ് മുസ്ലിം സമൂഹത്തിനോട് രൂപാന്തരപ്പെടുന്നുവെന്ന് ചില സംഘടനകൾ, ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ചില രീതികൾ വഴിയുള്ള ഒരു പ്രത്യയശാസ്ത്ര താത്വിക സൈദ്ധാന്തിക ഇടപെടലുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൗനം വളരെ കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ആക്രോശങ്ങൾ പറഞ്ഞ, ഇത്രയും വലിയ ലൗജിഹാദിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർ ഈ വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാൻ സാധിക്കും. പക്ഷെ ഇത് മാറുന്നുണ്ടോ? ഇത് മാറുന്നില്ല. വിശ്വാസികൾക്ക് സംരക്ഷണം നൽകുന്നതിനും വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനും വേണ്ടി നിലകൊള്ളേണ്ടവർ അവരുടെ കറകൾക്ക് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി മനഃപൂർവ്വം മൗനം പൂണ്ടു നിൽക്കുന്നു എന്ന ഗൗരവമായ കാര്യം ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. ശരി, ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ജക്സ്, ഒപ്പം തന്നെ റിജിൽ മാക്കുറ്റി, രാഹുൽ ഈശ്വർ, കെന്നഡി കരിമ്പുംകാലയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.